ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് അയൽവാസികളായി കുറേ പേര് വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിലെ തങ്കം എന്ന് പറയുന്ന അയൽവാസിയും അച്ഛമ്മയോടായിട്ട് പറയാണ്, ജഡ്ജിയുടെ മകളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി സ്വർണ്ണമൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമല്ലേ, മാത്രമല്ല കല്യാണ സമയത്ത് മോൾക്ക് ഇവിടെ നിന്നാണെങ്കിലും ഇടാൻ കുറേ ആഭരണങ്ങളൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയാണ്, എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് അതിൻ്റെ ആഭരണത്തിൻ്റെ ആവശ്യമൊന്നും അവൾക്കില്ല. കാരണം പൊന്നിനും കൂടത്തിന് എന്തിനാ പൊട്ട്, മാത്രമല്ല അത്രയും തങ്കപ്പെട്ട സ്വഭാവമാണ് അവൾക്ക് എന്ന് പറയാണ് കേട്ടോ. ഈ കല്യാണ ടൈമിൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആഭരണങ്ങൾ കൊണ്ട് മൂടുന്നതും അതോടൊപ്പം തന്നെ ചെക്കന് ഭൂമിയും അതുപോലെ തന്നെ വണ്ടിയൊക്കെ കൊടുക്കുന്ന ഈ ഒരു സമ്പ്രദായം എനിക്കിഷ്ടമല്ല. അത് ആ ഒരു സമ്പ്രദായം നമ്മൾ മാറ്റേണ്ടിയിരിക്കുകയാണ്, എത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയുമെന്ന് പറഞ്ഞിട്ടും അച്ഛമ്മ പറയാണ് കേട്ടോ. മാത്രമല്ല ഇതുകൊണ്ടൊന്നുമല്ലല്ലോ ആരും ജീവിക്കുന്നത്, പരസ്പരം സ്നേഹവും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, ആഭരണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണ അച്ഛമ്മ. അത് കേട്ടിട്ട് നമ്മുടെ നന്ദിനിയെ അപ്പുറത്ത് നിന്ന് കൈ വിട്ടുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ മനസ്സിൽ വേദയ്ക്കിപ്പോൾ ഒന്നും കൊടുക്കണ്ടല്ലോ, സ്വർണ്ണമായിട്ടൊന്നും കൊടുക്കണ്ട എന്നുള്ള ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വീണ്ടും ആ തങ്കം ചോദിക്കുകയാണ്, എന്നിരുന്നാലും എന്തേലും ഇത്തിരിയെങ്കിലും ഒന്ന് ഇട്ട് നിൽക്കാനെങ്കിലും വേണ്ടേ പെൺകുട്ടിക്ക്, കല്യാണ പെണ്ണിന് എന്ന് പറയണം. അപ്പോൾ അതിനുള്ള സ്വർണ്ണമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, അത് ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയും നന്ദിനിയും അതുപോലെ തന്നെ എല്ലാവരും ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ ബെഡ്റൂമിൽ പോയിട്ടും ഒരു പെട്ടിയും കൊണ്ട് വരാണ്ട്, ഒരു ചെറിയൊരു സ്വർണ്ണാഭരണ പെട്ടിയായിട്ട് വരികയാണ്. ശേഷം അത് തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അത് കണ്ട് നമ്മുടെ നന്ദിനിയുടെ കണ്ണ് തള്ളുകയാണ് കേട്ടോ. പക്ഷേ വേദയും മറ്റുള്ള കുറച്ച് സംശയം പോലെ ആശങ്കയിൽ നിൽക്കണം. അപ്പോൾ അച്ഛമ്മ പറയണം, മോളെ ഇത് നിനക്കുള്ള എൻ്റെ വക സമ്മാനമാണ്, ഇത് സ്വീകരിക്കണം, ഇതിട്ട് എൻ്റെ മോൾ കല്യാണത്തിന് സുന്ദരിയായിട്ട് റെഡി ആവണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ നന്ദിനി പറയണം, എന്താ അച്ഛമ്മ ഇങ്ങനെ ചെയ്യുന്നത്, അച്ഛമ്മയിലേ പറഞ്ഞത് സ്വർണ്ണാഭരണങ്ങളൊന്നും ആവശ്യമില്ല, അതുകൊണ്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞത് അച്ഛമ്മ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാം, എടി കുശുമ്പിയും സ്വർണം കൊണ്ട് മൂടുന്ന കാര്യമില്ലേ ഞാൻ പറഞ്ഞത്, ഇതിലിപ്പോൾ എന്താ ഉള്ളത്, ഒരു മാലയും 4 വളയോ, ഇതുപോലും ഇട്ടില്ലെങ്കിൽ എന്താ, ഇതെങ്കിലും ഇടണ്ടേ, ഇതിടുന്നതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല എന്ന് അച്ഛമ്മ നന്ദിനിയോടായിട്ട് പറയാൻ കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിൽ വേദ പറയുന്ന അച്ഛമ്മയോടായിട്ടും, വേണ്ട അച്ഛമ്മ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് അച്ഛമ്മയുടെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ പറയണം, അതെന്തായാലും എൻ്റെ മോൾക്കുണ്ട്, പക്ഷേ ഇത് എൻ്റെ വക ഒരു സമ്മാനമായിട്ട് നീ കണക്കാക്കിയാൽ മതി, ഇതെന്തായാലും നീ സ്വീകരിക്കണം, നാളത്തെ പരിപാടിക്ക് നീ ഇതിട്ട് സുന്ദരിയായിട്ട് റെഡി ആവണമെന്ന് പറയാണ് കേട്ടോ. ശേഷം കമല അത് വാങ്ങിക്കാനായിട്ട് വേദയോട് പറയുകയാണ്. അങ്ങനെ വേദ അത് വാങ്ങിച്ച് കൊണ്ടുപോകണം കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം വളരെ സുന്ദരിയായിട്ട് അതിമനോഹരിയായിട്ട് തന്നെ നമ്മുടെ വേദ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഹൽദി പ്രോഗ്രാമാണ്, നൈറ്റ് പ്രോഗ്രാമാണ് കേട്ടോ. മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വേദ റെഡിയാവുന്ന അടുത്തേക്ക് അച്ചമ്മയും കമലയും വരുന്നുണ്ട്. ഇത്രയും സുന്ദരി റെഡി ആയിരിക്കുന്ന മരുമോളെ കണ്ടിട്ട് കമലയ്ക്ക് വളരെ സന്തോഷമാവണം. അച്ചമ്മയും കണ്ടെടുക്കാതെ വേദയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കമല ഈ ടൈമിൽ വേദയുടെ നെറ്റിയിൽ ഉമ്മൊക്കെ വെക്കുന്നുണ്ട്. പിന്നീട് സുധാകരൻ മാഷിനെയാണ് കാണിക്കുന്നത് കേട്ടോ. സുധാകരൻ മാഷിനോടായിട്ട് അച്ചമ്മയും കമലയും കൂടി സംസാരിക്കുകയാണ്. ഇനിയെങ്കിലും അച്ചമ്മ പറയണം, ഇനിയെങ്കിലും നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം, നാളെ മുതൽ അവൾ ഇവിടുത്തെ യഥാർത്ഥ മരുമകളായി തന്നെ മാറാൻ പോവുകയാണ്, നീ നന്ദിനിയോടും ശ്രീജോടും പെരുമാറുന്നത് പോലെ തന്നെ അവളോട് പെരുമാറണം, മാത്രമല്ല നീ അവളോട് ഇനി മോശമായ രീതിയിലൊന്നും സംസാരിക്കരുത്, നീ തന്നെയല്ലേ അവളെ അച്ഛ എന്ന് വിളിക്കേണ്ട മാഷയെന്ന് വിളിക്കാൻ പറഞ്ഞത്, ആ ഒരു വിളി നീ മാറ്റണം എന്ന് പറയണം. അപ്പോൾ ആ ഒരു ടൈമിൽ സുധാകരൻ പറയണം, അവളും എന്നെ അച്ഛ എന്ന് തന്നെ വിളിച്ചോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് എല്ലാവരും വളരെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ കല്യാണം, അതായത് റിസപ്ഷനല്ല ഹൽദി പ്രോഗ്രാമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ സൂപ്പറായിട്ട് റെഡിയായിട്ട് ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വിക്രമാണെങ്കിൽ വളരെ മൂഡ് ഓഫായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. അപ്പോൾ വിനായകനും വിഷുവും വിക്രമിനെ കൊണ്ടുവന്നിട്ട് വേദന അടുത്ത് നിർത്തണ്ട, ഇത് നിൻ്റെ പരിപാടി, നീ കൂടെ ആഘോഷിക്കാനുള്ളതാണ്, നീ ഡാൻസ് കളിക്കും വേദന കൂടെ ചേർന്നിട്ടെന്ന് പറഞ്ഞിട്ട് തള്ളി വിടുന്ന വേദൻ്റെ അടുത്തേക്ക്. അപ്പോൾ വിക്രമാണെങ്കിൽ ഇഷ്ടമില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്